ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ന്യൂ ജനറേഷൻ വാസ്തുശാസ്ത്രക്കാർ നമ്മുടെ ടി വിയെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ടി വി എങ്ങോട്ട് നോക്കിയിരുന്ന് വേണം കാണാൻ എന്ന് പോലും വാസ്തുശാസ്ത്രക്കാർ ഇപ്പോൾ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കാര്യം, എന്താണ് ഇങ്ങനെയൊക്കെ ഇവർ പറയാനുള്ള സാഹചര്യം എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു ദിവസം ഒരു ആൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സാറേ ഈ വാസ്തുശാസ്ത്ര പ്രകാരം ടി വി വയ്ക്കുന്നതിന് ഒരു സ്ഥലമുണ്ടല്ലോ, അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ആരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൺസൾട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പ്രൊവിഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ടി വി വെച്ചില്ലെങ്കിൽ വാസ്തു പ്രശ്നമാണ് എന്ന് എന്തോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ കേസിലാണ് ഇദ്ദേഹം വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു വാസ്തുശാസ്ത്രക്കാരനെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് ടി വിയുടെ പൊസിഷൻ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വീട്ടിലുള്ളവർക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പല ദുഃഖങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉള്ളതായിട്ട് അറിയാവോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ന്യൂ ജനറേഷൻ വാസ്തുശാസ്ത്രക്കാരാണോ പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നെനിക്കിപ്പോൾ കേട്ടപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് വാസ്തവത്തിൽ എനിക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അറിവുള്ളതായിട്ട് എനിക്കറിയില്ല. കാര്യം ടി വി പോലെയുള്ള ഒരു സാധനത്തിന്, അല്ലെങ്കിൽ ടി വി പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ സിസ്റ്റത്തിന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ വെക്കാവുള്ളൂ. അദ്ദേഹം പറഞ്ഞത് തെക്ക് നിന്ന് വടക്കോട്ട് ടി വി വയ്ക്കുകയും തെക്കോട്ട് നോക്കിയിരുന്ന് ടി വി കാണാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രക്കാരൻ ഇദ്ദേഹത്തോട് പറഞ്ഞത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് വാസ്തവത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരി വരുന്നുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു വാസ്തുശാസ്ത്രം എന്ന് പറയുന്നതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ കുറേ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ എന്നൊന്നും മനസ്സിലാക്കാതെ ആൾക്കാരിൽ ഭയം വരുത്തിയ ശേഷം ഇതൊക്കെയാണ് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക, ഇവരൊക്കെ പറയുന്നത് സത്യമാണോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്നും കൂടെ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഈ ടി വി പോലെയുള്ള ഉപകരണങ്ങൾ, അല്ലെങ്കിൽ ടി വി, മിക്സി, ഫ്രിഡ്ജ്, ഇതൊക്കെ വെക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ വാസ്തുശാസ്ത്രത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അതൊന്നും പറയാനായിട്ട് അന്നത്തെ കാലത്ത് ഈ പറയുന്ന ടെക്നോളജികളൊന്നും തന്നെ ലോകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്നെങ്കിൽ അദ്ദേഹത്തിനെ ഒരു മണ്ടനായി കണക്കാക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇതൊക്കെ വെറുതെ പറഞ്ഞ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരെ ഭയപ്പെടുത്തി അദ്ദേഹത്തിന് ഒന്നെങ്കിൽ പണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭയത്തിലൂടെ എന്താണ് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ചില മണ്ടൻ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു കാരണവശാലും അതൊന്നും അംഗീകരിച്ച് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വാസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്ന, നമ്മളുടെ പൂർവികർ ജീവിച്ചിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ഒരു രീതി നമ്മൾ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വാസ്തുശാസ്ത്രത്തെ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീടുകളിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള ചില മണ്ടൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെയാണ് വേണ്ടത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ളവരുടെ വാക്കുകൾ നിങ്ങൾ ചെവിക്കൊള്ളരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഒന്നെങ്കിൽ തിരുത്താൻ നോക്കുക. ഇങ്ങനെയുള്ളവർ ഒരു കാരണവശാലും നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം അവരോട് നമുക്ക് തർക്കിച്ച് ജയിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. ഇവർ പറയുന്നതാണ് ശാസ്ത്രം. ഇത് എവിടെയെങ്കിലും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് ബാധകമല്ല. അവർ കുറേ ന്യായങ്ങൾ പറയും. കാര്യം തെക്ക് ഭാഗം എന്ന് പറയുന്ന അവർ പറയുന്ന ന്യായം ഇതാണ്, തെക്ക് ഭാഗം എന്ന് പറയുന്നത് ചിത ഒരുക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കിയിരുന്നാൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം നമ്മളിൽ വന്ന് ഭവിക്കും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് ന്യായീകരിക്കുന്നത്. അപ്പോൾ ഈ ന്യായീകരണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഒന്നും
എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. അവർ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ നമ്മളുടേതായ രീതിയിൽ വളരെ വൃത്തിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ തന്നെ നമ്മളുടെ വീട്ടിലെ വാസ്തുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യുകയും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടെ വയ്ക്കുകയോ ചെയ്യുക. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളും കൂടെ മണ്ടന്മാരാകാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.